ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നോർമൽ ഫ്രം മോട്ടോക്സ് മ്യൂസിക്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതിഹാസ ഒരു ബാൻഡിനെ കുറിച്ചാണ്. ഡിസ്കോ മ്യൂസിക് ജോണറയിൽ ഏറ്റവും കൂടുതൽ ഇതിഹാസമായി ഇപ്പോൾ കേരളത്തിൽ വരെ പല രീതിയിൽ ട്രെൻഡിങ് ആകുന്ന ഒരു ബാൻഡിനെ കുറിച്ച്. അവരുടെ ഒരു സോങ്ങാണ് കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിഹാസ ബാൻഡിന് ഒറ്റ ഒരു പേരേ ഉള്ളൂ, ദാറ്റ് ഈസ് ബോണിയം. ബോണി ബോബിയല്ല ബോണി ബോണിയം ഗൈസ്. ബോണിയം എന്ന് പറയുന്നത് It's all about humanity. ഗൈസ്, നിങ്ങൾ ഇൻട്രോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എന്തൊരു അവസ്ഥയാണല്ലേ. ബോണിയം എന്ന് പറഞ്ഞ ബാൻഡിനെ ബോബിയം എന്നൊക്കെ ഇപ്പോൾ ചിത്രീകരിച്ച് വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്ത് കഷ്ടമാണല്ലേ. അതൊക്കെ പോട്ടെ, വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ബോണിയം എന്നുള്ള ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1970 കാലങ്ങളിലാണ്. അതായത് ഡിസ്കോ എറ എന്ന് അറിയപ്പെടുന്നതാണ് 1970-കൾ. അപ്പോൾ 1970-കളിൽ ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കീ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ ആയിട്ട് ഈ ബാൻഡ് സ്റ്റാർട്ടിങ്ങിനെ സഹായിച്ച ആളെന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ഫാരിയാണ്. ഫ്രാങ്ക് ഫാരിൻ ജർമ്മൻ റെക്കോർഡ് പ്രൊഡ്യൂസറാണ്. ഇദ്ദേഹം ഇതുപോലെ തന്നെ കുറച്ച് ഇറ്റാലിയൻ പോപ്പ് ബാൻഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മില്ലി വനീലി, അതുപോലെ തന്നെ നോ മെർസി തുടങ്ങിയ ബാൻഡിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ റെക്കോർഡ് പ്രൊഡ്യൂസർ തന്നെയാണ് ഈ നമ്മുടെ ഫ്രാങ്ക് ഫാരിയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഈ ബാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇത് ജർമ്മനിയിൽ 1975 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡിസ്കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാൻഡാണ്. ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബോബി ഫാരൽ, ലിസ് മിഷേൽ, ഫ്രാങ്ക് ഫാരിയൻ, മെലിസ ബെററ്റ്, മിസി വില്യംസ്, റെഗി ടിസ്ബോയ്, ഷെയ്ല ബോണിക്, ക്ലാജ് ബെനി. ഇത്രയും പേരാണ് ഈ ബാൻഡിൻ്റെ കീ ആയിട്ടുള്ള ആൾക്കാർ. മറ്റു ആൾക്കാരുണ്ട്, നമുക്ക് അവർ ഉൾപ്പെടുന്നില്ല, കീ ആയിട്ടുള്ള ഉൾപ്പെടുത്തി കഴിയാം. അപ്പോൾ ഇങ്ങനെ ബാൻഡ് 1975 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബാൻഡിന് ഇനി നമുക്ക് ഈ ബാൻഡിൻ്റെ ആൽബംസ് ആൻഡ് സോങ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. സോങ്സ് ആൻഡ് ആൽബംസ് പരിശോധിക്കുമ്പോഴത്തേക്കും പ്ലാന്റേഷൻ ബോയ്, മാവേക്കർ തുടങ്ങിയ സോങ്സ്, ലവ് ഫോർ സെൽ എന്ന ആൽബത്തിൽ നിന്നും, ഡാഡി കൂളും സണ്ണിയും തുടങ്ങിയ സോങ്സ് ടേക്ക് ദ ഹൈറ്റ് ഓഫ് മീ എന്ന ആൽബത്തിൽ നിന്നുള്ളതും, റിവേഴ്സൽ ബാബിലോണ് റെസ്പോർട്ടിൽ നിന്നുള്ളത്, നൈറ്റ് ഫാൾട്ട് വീനസ് എന്ന ആൽബത്തിൽ നിന്നുള്ളതും തുടങ്ങിയ സോങ്സ് ആയിരുന്നു. അതുപോലെ ജോൺറാസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും മെയിൻ. നമ്മൾ ഇൻഡെപ്തായിട്ട് പരിശോധിച്ചാണ് ജോൺറാസ് പറയുന്നത്. അപ്പം നമുക്ക് ബോണിയമ്മിനെ ജോൺറാസിലോട്ട് കിടക്കാം. അതായത് സംഗീത ശൈലി, ഏത് രീതിയിലുള്ള സംഗീതങ്ങളാണ് അല്ലെങ്കിൽ മ്യൂസിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നുള്ള ആ ഒരു ഇതിലോട്ട് നമുക്ക് കിടക്കാം. അതാണ് ഡിസ്കോ, പോപ്പ്, റഗെ, R&B, അതായത് റിതം ആൻഡ് ബ്ലൂസ്. അതുപോലെ തന്നെ യൂറോ ഡാൻസ്, പോപ്പ് റോക്ക്, യൂറോ ഡിസ്കോ, ഡാൻസ് പോപ്പ്, ഈ തുടങ്ങിയ മ്യൂസിക് അല്ലെങ്കിൽ ഈ തുടങ്ങിയ ജോൺറാസിൽ നിന്നാണ് ഇവർ സോങ് ഉണ്ടാക്കിയിരുന്നത്. ഇവരുടെ കീ ജോണർ ഏതാണെങ്കിൽ ഇവരുടെ മെയിൻ ജോണർ എന്ന് പറയുന്നത് ഡിസ്കോയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് അറിയപ്പെട്ടിരുന്നതും. ഡിസ്കോ ബാൻഡ് നമുക്ക് കൂടുതൽ അറിയപ്പെട്ടിരുന്നതും. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോണർ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മൊത്തം 80 മില്യൺ റെക്കോർഡ്സ് വിറ്റ് കഴിച്ചിട്ടുള്ളൊരു ബാൻഡാണ്. ഇവരുടെ റെക്കോർഡ് ലെവൽസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സോണി ആൻഡ് അറ്റ്ലാന്റിക്കാണ്. സോണിയും അറ്റ്ലാന്റിക്കും ഒക്കെയാണ് ഇവരുടെ റെക്കോർഡ് ലെവൽസ്. അതായത് സോങ്സിൻ്റെയൊക്കെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ അതിനെ അവർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ബാൻഡ്സാണ്, പബ്ലിഷ് സഹായിക്കുന്ന കമ്പനീസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സോവിയറ്റിൽ ഇവരുടെ ഒരു സോങ്, അതായത് നമ്മുടെ റഷ്യയിലൂടെ സോങ് ബാനായിരുന്നു. അതായത് അവരുടെ റെസ്പോർട്ടിൽ നിന്നുള്ള ആ സോങ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളൊരു ഹിറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സോങ് റഷ്യയിൽ ബാൻ ചെയ്തിരുന്ന സോങ് ആയിരുന്നു. അതുപോലെയാണ് സണ്ണി എന്ന് പറഞ്ഞ ഒരു സോങ്, അത് നമ്മുടെ ഈ ഒരു കൊറിയൻ സിനിമയിലാണ് ഈ സോങ് ഒരു കാലത്ത് വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അതാണ് ഇവരുടെ ബാൻഡിനെ കുറിച്ചും അവരുടെ ആൽബത്തിനെ കുറിച്ചും സോങ്സ് ജോൺറസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ബോബി ഫാരൽ എന്നുള്ള അവരുടെ ഒരു മഹത് വ്യക്തിയായിട്ടുള്ള ഒരാളെക്കുറിച്ചായിരുന്നു. അപ്പം അതിനു മുമ്പ് ബോബി ഫാരലിന് മുമ്പ് ഒരു ചെറിയ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ബോണിയമ്മിൽ നിന്ന് ബോബി ഫാരലിനെ റിപ്ലേസ് ചെയ്തിട്ട് വേറെ ആളെ കയറ്റിയിരുന്നു. അതായത് റെഗി ടിസ്ബോയ് എന്ന് പറഞ്ഞ ആളെ ബോബി ഫാരലിനെ റിപ്ലേസ് ചെയ്തിരുന്നു. ബോബി ഫാരൽ ആദ്യം ബാൻഡിലുണ്ടായിരുന്നെങ്കിൽ ബോബി ഫാരലിനെ എടുത്ത് കളഞ്ഞിട്ട് റെഗി ടിസ്ബോയിനെ റിപ്ലേസ് ചെയ്തിരുന്നു ബോണിയം എന്ന് പറഞ്ഞ ബാൻഡ്. പക്ഷേ പിന്നീട് നമ്മുടെ ബോബി ഫാരൽ ബോണിയമ്മിലോട്ട് തിരിച്ചു വരികയായിരുന്നു. അതായത് എന്തോ ചെറിയ ഫ്രാങ്ക് ഫാരിനായിട്ടുള്ള ചെറിയ എന്തോ ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ബോബി ഫാരൽ ബോണിയമ്മിൽ നിന്ന് പോകാൻ കാരണമായത്. പക്ഷെ തിരിച്ച് അദ്ദേഹം കയറി വരികയും ചെയ്തിരുന്നു. അങ്ങനെ ബോണിയമ്മ വീണ്ടും ബോബി ഫാരൽ എത്തിയിരുന്നു. ബോബി ഫാരലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോബി ഫാരൽ റോബർട്ടോ അൽഫോൺസോ ഫാരൽ എന്നാണ് പുള്ളിയുടെ മുഴുവൻ പേര്. 1946 ഒക്ടോബർ 6 ആൾ ജനിക്കുന്നത്. അതും അരൂബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ നമ്മുടെ ബോബി ഫാരൽ എന്ന് പറഞ്ഞ ബോണിയമ്മിലൊരു പെർഫോമറാണ്. അത് ലീഡ് വോക്കൽ ഡാൻസാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് ബോബി ഫാരലിനെ കുറിച്ച് പലരും കമൻറ്റിൽ വന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഇയാൾ ഉപയോഗിച്ചിരുന്ന ഈ വയറുള്ള മൈക്കായിരുന്നു. അപ്പോൾ പലരും പറയുന്നത് ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു വയർലെസ് മൈക്ക് കൊടുത്തിരുന്ന, അതായത് ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വയർലെസ് മൈക്ക് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ആ ഡാൻസ് വേദിയിൽ പറന്നിരുന്നേ എന്നായിരുന്നു. അതുപോലെ പ്രൊഫഷണൽ രീതിയിലായിരുന്നു മൈക്കിൻ്റെ ഇടയിലൂടെയൊക്കെ, മൈക്ക് വയറിൻ്റെ ഇടയിലൂടെ കാലൊക്കെ എടുത്ത് മാറ്റി ഡാൻസ് കളിച്ചിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും ഒരു മിസ്റ്ററി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റെസ്പോർട്ട് എന്ന സോങ്ങാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ ഹിറ്റാവുന്നത് അല്ലേ. അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സോങ്സും. അപ്പം
ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റസ്പുട്ടിൻ പറയുന്ന ഒരു റഷ്യൻ പുരോഹിതൻ്റെ കഥയാണ്. റഷ്യൻ പുരോഹിതൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഈ ബോബി ഫാരൽ മരിക്കുന്നതും റഷ്യയിലാണ്, അതും സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ഈ റസ്പുട്ടിൻ എന്ന പുരോഹിതൻ്റെ മരണം സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ജീവിതമൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ബോബി ഫാരൽ മരിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടും ചേർത്ത് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, നമുക്കൊന്നും നോക്കുന്നില്ല. പിന്നെ ബോബി ഫാരലിൻ്റെ മരണം, അതായത് ഡിസംബർ 30, 2010 ഇദ്ദേഹം മരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ ബാൻഡ് പിരിഞ്ഞു പോവുകയായിരുന്നു. പിന്നെ ഇതിൽ വീണ്ടും ലിസ് മിഷേലും റഗിറ്റിസ് ബോയും ചേർന്ന് ഈ ബാൻഡ് വീണ്ടും ഒന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവിടെ വെച്ച് പാളിപ്പോവുകയായിരുന്നു. പിന്നീട് ഈ ബാൻഡ് ഇപ്പോൾ ലിസ് മിഷേൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ ബാൻഡ് ഇപ്പോൾ ഓവറോൾ ഒരു കംപ്ലീറ്റ് ബാൻഡല്ല. കാരണം ബോബി ഫാരലിൻ്റെ മരണത്തോടെ ആ ബാൻഡിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഇതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാ ഒരു കംപ്ലീറ്റ് ഒരു ബോണി എം എന്ന കംപ്ലീറ്റ് ഒരു ബാൻഡ് അല്ല ഇപ്പോൾ അത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ അവൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇപ്പോഴും ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഒരു പേജൊക്കെ ആയിട്ട് ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് ബോണി എം എന്ന രീതിയിൽ അവിടെ ഹെംസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാൻഡ് അവരുടെ രീതിയിൽ ഒരുപാട് ഹിറ്റായിരുന്നു ആ കാലത്ത്. 70s 90s 80s ഒക്കെ ആ കാലത്തൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ബാൻഡ് തന്നെയായിരുന്നു. പക്ഷേ ഈ ബാൻഡ് ഒരുപാട് നല്ല രീതിയിൽ കടന്നു പോയെങ്കിൽ ലാസ്റ്റ് ബോബി ഫാരൽ എന്ന ആ മഹത് വ്യക്തിയുടെ മരണത്തിലൂടെ ഈ ബാൻഡ് വീണ്ടും താഴേക്ക് കുതിക്കുമായിരുന്നു. കാരണം ബോബി ഫാരലായിരുന്നു അതിൽ ഐക്കോണിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കീ റോൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ബോബി ഫാരലായിരുന്നു. അപ്പോൾ ബോബി ഫാരലിൻ്റെ മരണത്തോടെ ബാൻഡ് തകർന്നെങ്കിലും ഇപ്പോഴും ബാൻഡുണ്ട്. ലിസ് മിഷേലൊക്കെ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അപ്പം അങ്ങനെ ബാൻഡ് ഇപ്പോൾ ഒരു വിധത്തിലങ്ങ് ഡൗൺ ആയിട്ടങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവർക്കും ബൈ. എൻ്റെ വീഡിയോ കണ്ടത് നന്ദിയുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞത്. നമുക്ക് ഒരുപാട് നേരം പറയാനുള്ള സ്റ്റോറേജ് ഒന്നും ഫോണിനില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഇത്രയും സമയമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൊരു പ്രശ്നമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇത്രയും പെട്ടെന്ന് നിർത്തുന്നത്.